10th പ്രിലിമിനറി എക്സാമിന് പഠിച്ചിരിക്കേണ്ട 1000 ചോദ്യങ്ങൾ എന്നുള്ളതിൽ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഒരു പാർട്ട് 1 സീരീസിൻ്റെ ഫസ്റ്റ് ഭാഗമാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തൊഴിൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ആണ്. 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകളും ആണ്. രണ്ടാമത്തേത്, കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1989. കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1989. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലാണ്? അത് കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസ്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നതിന് ആദ്യമായി ഉപയോഗിച്ചൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെയാണ്. ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. ഗോത്രവർഗത്തിൽ നിന്ന് മികച്ച ഗായികക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയൊരു വ്യക്തിയാണ് നഞ്ചിയമ്മ. ഗോത്രവിഭാഗത്തിലെ മികച്ച ഗായിക നഞ്ചിയമ്മ. ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? അത് നിലമ്പൂർ ആയിഷയാണ്. നിലമ്പൂർ ആയിഷ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യത്തെ വനിതാ പ്രതിനിധിയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഇ കെ ജാനകി അമ്മാൾ ഏത് ശാസ്ത്രമേഖലയിലെ മികവ് തെളിയിച്ചവരാണ്? ഇ കെ ജാനകി അമ്മാൾ സസ്യശാസ്ത്രത്തിലാണ്. ഇ കെ ജാനകി അമ്മാൾ സസ്യശാസ്ത്രത്തിൽ ആണ്. ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ ഈ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1948 പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത്. ഇനി എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ്. അനുച്ഛേദം 14. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 14. ഇനി മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്നൊരു ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 15. അനുച്ഛേദം 15. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന ഒരു വാതക മിശ്രിതമാണ് കാർബോജനിൽ. ഇനി കാർബോജനിലെ ഘടകവാതകം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. കാർബോജനിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവാണ് 95% ആണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള താരതമ്യേന നേർത്ത പാളിയാണ് ഭൂവൽക്കം. ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടിയ പ്രദേശമാണ് പർവ്വത പ്രദേശമാണ്. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം കൂടിയ ഭാഗം എന്ന് പറയുന്നത് പർവ്വത പ്രദേശമാണ്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ ആണ്. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നു അസ്തനോസ്ഫിയർ. ഭൗമഘടനയിലെ നിഫെ എന്നറിയപ്പെടുന്നതാണ് കാമ്പ്. നിഫെ എന്നറിയപ്പെടുന്നത് എന്താണ്? കാമ്പ്. ആകെ അന്തരീക്ഷവായുവിൽ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരം വരെയാണ്? 29 കിലോമീറ്റർ ഉയരം വരെയാണ്. മഴവെള്ളത്തിൻ്റെ pH മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത്? അത് 5ൽ കുറവാണെങ്കിലാണ് അമ്ലമഴയായി കണക്കാക്കുന്നത്. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ ആണ്. ഏറ്റവും കുറഞ്ഞ താപം മിസോസ്ഫിയർ. അന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. അപ്പോൾ ഉൽക്കാപതനം നടക്കുന്നത് മിസോസ്ഫിയറിലാണ്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് മിസോസ്ഫിയറിലാണ്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംപ്രേഷണം സാധ്യമാകുന്ന അയണോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയർ ആണ്. ആ പാളിയുടെ പേരാണ് തെർമോസ്ഫിയർ. റേഡിയോ തരംഗങ്ങൾ തെർമോസ്ഫിയറിലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കേ അതിർത്തിയിലുള്ള ഒരു പർവ്വതനിരയാണ് അരക്കൻ പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കേ അതിർത്തിയിലുള്ള ഒരു പർവ്വതനിരയാണ് അരക്കൻ പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ വരുന്ന പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ വരുന്നത് ഹിന്ദുക്കുഷും കിഴക്കൻ അതിർത്തിയിൽ വരുന്നതാണ് അരക്കൻ പർവ്വതനിരയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കേ അതിർത്തിയിലുള്ളതാണ് അരക്കൻ പർവ്വതനിര. ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വതനിരയുമാണ്. വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ്. വ്യവസായ മേഖലയുടെ നട്ടെല്ല് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കുന്ന ഘടകങ്ങളാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ,
കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം ഇവയൊക്കെയാണ്. ഇനി അടുത്തത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ഡയറക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. 1970 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ഒരു കൃഷിശാസ്ത്രജ്ഞനാണ് നോർമൻ ഇ ബോർലോഗ്. അപ്പോൾ 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷിശാസ്ത്രജ്ഞനാണ് നോർമൻ ഇ ബോർലോഗാണ്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായിട്ട് തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ളൊരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ള പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഇനി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു പദ്ധതിയാണ് ജീവനം പദ്ധതിയാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കാണ് ജീവനം പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ എന്നാണ്. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. കേരള